ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ പോട്ട്ലി ബട്ടൺ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കുർത്തിക്കും ഫ്രോക്കിനും ബ്ലൗസിനും ഒക്കെ നെക്ക് ഡിസൈനിൽ നമുക്ക് ഈ ഒരു പോട്ട്ലി ബട്ടൺ യൂസ് ചെയ്യാവുന്നതാണ്. പല മെത്തേഡിൽ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഞാനിവിടെ ഒരു മെത്തേഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അതിനുവേണ്ടി ഏത് കളറിലുള്ള പോട്ട്ലി ബട്ടൺ ആണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആ കളറിലുള്ള തുണിയാണ് ആദ്യം എടുക്കേണ്ടത്. നീളവും വീതിയും 2 ഇഞ്ച് മാത്രം വരുന്ന ഇതുപോലുള്ള ചെറിയ തുണിക്കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് തെർമോക്കോൾ ബോൾസ് ആണ്. വേസ്റ്റ് ക്ലോത്തും വെച്ച് ഇതുപോലെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ തെർമോക്കോൾ ബോൾസ് ആണ് എടുത്തിട്ടുള്ളത്. ഇതുപോലുള്ള തെർമോക്കോൾ ബോൾസ് നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചതിൽ നിന്ന് ഒരു പീസ് തുണി എടുത്ത ശേഷം അതിൻ്റെ നടുവിലേക്ക് ഇതുപോലെ തെർമോക്കോൾ ബോൾ വെക്കുക. എന്നിട്ട് ഇതുപോലെ മടക്കി എടുക്കണം. ആ ബോളിൻ്റെ ഷേപ്പിൽ തന്നെ മടക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ബോളിൻ്റെ ഷേപ്പിൽ നീറ്റായിട്ട് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവത്തുള്ളൂ. ഇനി സൂചിയും നൂലും എടുത്ത് ഇതുപോലെ അടിവശത്ത് നന്നായിട്ട് കെട്ടിക്കൊടുക്കണം. കെട്ടിക്കൊടുത്തെങ്കിലേ അത് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടത്തുള്ളൂ. അപ്പം ഇതുപോലെ പെർഫെക്റ്റായിട്ട് ചുറ്റി കൊടുത്തെങ്കിലേ അത് ആ ഒരു ബോളിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടത്തുള്ളൂ. എങ്കിലേ അതിനൊരു ഭംഗി ഉണ്ടാകത്തുള്ളൂ. ഇനി നമ്മൾ കെട്ടിയ ആ ബാലൻസ് വന്ന നൂല് കട്ട് ചെയ്ത് നമുക്ക് കളയാം. ഇനി നമുക്ക് അതിൻ്റെ അടിവശത്തായിട്ട് ബാക്കി വന്ന തുണിയൊന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ പോട്ട്ലി ബട്ടൺ റെഡി ആയിട്ടുണ്ട്. ഇത്തരത്തിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഏത് കളറിൽ വേണമെങ്കിലും ഏത് ഷേപ്പിൽ ഇതുപോലെ പഞ്ഞി വെച്ചും വേസ്റ്റ് ക്ലോത്ത് വെച്ചും നമുക്ക് ചെയ്തെടുക്കാം. പക്ഷേ എനിക്ക് ഇതാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഞാൻ ഈ ഒരു രീതിയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്